അപകടം നടന്ന പ്രദേശത്ത് നിന്ന് കെ അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഈ നാട്ടുകാരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെ അറിയിച്ചു, ജില്ലാതലത്തിലെല്ലാം അറിയിച്ചു. വേണ്ട നടപടികൾ ആരംഭിക്കാനിരിക്കുകയുമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ടും കേസുമായി ബന്ധപ്പെട്ടുമുള്ള വിവരങ്ങൾ. ധന്യ, നാട്ടുകാരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ, അതായത് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഈ വളവ് വലിയൊരു കൊടും വളവാണ്. ഈ വളവ് നിവർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാർ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതകളുണ്ട്. നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ടാണ് ഈ അപകടം നടന്നത്. ഈ ഡ്രൈവർക്കും എതിരെ കേസ് ചുമത്തിയതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണം എന്നൊരു ആവശ്യമൊക്കെയാണ് നടത്തിയത്. ഇതിൽ കൃത്യമായി പരിശോധിച്ച്, അതായത് പോലീസ് SP പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, അത് പരിശോധിച്ച്, അതായത് SP-യുടെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും PWDയുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധന നടത്തിയ ശേഷം, അതായത് റിവ്യൂ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച കേസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പരിശോധന നടത്തിയ ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ഈ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകണം എന്നൊരാവശ്യം കൂടി നാട്ടുകാരെ സംബന്ധിച്ചോളം ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സർക്കാരുമായി, ഈ അധികാരികളുമായും, അതും കളക്ടർ അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംതൃപ്തരാണ് എന്നുള്ള കാര്യമാണ് അവിടെ എത്തിയ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമുണ്ട്. അതുവരെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. തുടർ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും. തുടർ പ്രതിഷേധങ്ങൾ ഇന്നലത്തെ ഒരു പ്രതിഷേധത്തിൽ അവസാനിക്കുന്നില്ല. തുടർ പ്രതിഷേധങ്ങൾ ഈ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു കാര്യം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപക്ഷെ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ ഇവിടെയുള്ള ആളല്ലേ? ഇപ്പുറത്തുള്ളതാണ്. ഓക്കെ, ഇത് ഇവിടെയുള്ള ആളുകളാണ്, പ്രദേശവാസികൾ തന്നെയാണ്, എനിക്കറിയാം ആളുകളാണ്. നമ്മുടെ ഒരു സ്ഥിരം അപകടമാണ്. അതായത് ഈ ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ട് 10-ലധികം പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു അപകടത്തിൽ എന്താണ് നമ്മൾ ഇവിടെ ഇതിനൊരു പരിഹാരമായി നാട്ടുകാർക്ക് പറയാം? ഇത് പരിഹാരമായിട്ട് പറയുന്ന ഒന്നാമത് റോഡിൻ്റെ ഒരു അപാകതയാണ് ഈ ഒരു സംഭവങ്ങൾക്കെല്ലാം കാരണങ്ങൾ. കാരണം തുടരെ ഓരോ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈക്കായാലും കാറായാലും എല്ലാം സ്കിഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് റോഡിൻ്റെ ഒരു ഡിവൈഡറോ കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡൊന്ന് പുനഃസ്ഥാപിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപകടത്തിൽ നിന്ന് ഒരുപാട് ലൈഫ് കിട്ടും ഒരുപാട് ആൾക്കാർക്ക് എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ താഴത്ത് മുതൽ അവിടെ ഒരു സ്കൂളുണ്ട്, ഇതിൻ്റെ മുകളിലൊരു സ്കൂളാണ് വരുന്നത്. അവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ വരവും പോക്കും എല്ലാം ഈ വഴിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിവൈഡറും കാര്യങ്ങളും റോഡൊന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, പിന്നെ അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഇരിക്കുന്നത്. ഈ റോഡ് പുനഃസ്ഥാപിക്കുമ്പോൾ മുമ്പും ഇത് നാഷണൽ ഹൈവേ തന്നെയായിരുന്നു, പക്ഷേ അന്നൊന്നും ഇത്തരത്തിൽ അപകടം ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടെയുള്ളവരൊക്കെ അടക്കമുള്ളവർ പഠിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇവിടെയുള്ള. അന്നൊന്നും വരുമ്പോൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, റോഡിൽ ഇത്ര വീതി ഉണ്ടായിരുന്നില്ല. ഇന്നലെ അപകടങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വീതി കൂട്ടിയതിന് ശേഷമാണ് ഇത്ര വലിയ ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് മൊത്തം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു വശത്തേക്ക് ചെരിവാണ്. ആ ഒരു വശത്തേക്ക് ചെരിവ് ആയതിൻ്റെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ പ്രശ്നം ഇവിടെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു വണ്ടിയും കൂടി വരുമ്പോൾ നമുക്ക് ഓടിച്ചും ഡ്രൈവ് ചെയ്താൽ മനസ്സിലാവും. ഒന്ന് മഴ ചാറിയതിന് ശേഷം ഒന്ന് ഓടിച്ചാൽ നമുക്ക് എന്താണ് ഇവിടുത്തെ നിജസ്ഥിതി എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു വർഷം ഫുള്ള് ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ മഴ ചാറുന്നുണ്ട്, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് വെള്ളം ഇതാണ്. അതായത് ഒരു ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് അല്ല ഇവിടെ. അതാണ് ശരിക്കും. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ടൈമിൽ ഇത്ര അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. തൊട്ടപ്പുറത്ത് കാണുന്ന ഡ്രെയിനേജ് പോലും അവരെ ഒരു പ്രതിഷേധം ഒക്കെ ഉണ്ടായ ഒരു പ്രശ്നമാവുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് അപ്പുറത്തെ ഡ്രെയിനേജ് പണിത്. ആദ്യം റോഡാണ് അവർ പണിതത്, പിന്നെയാണ് അവർ ആ ഒരു വശത്തെങ്കിലും ഡ്രെയിനേജ് പണിയാന്നുള്ളതാണ് അങ്ങനെ തന്നെ ചെയ്തത്. ഇപ്പോൾ ഈ സൈഡ്, ഈ വശത്തേക്ക് ഡ്രെയിനേജ് ഇല്ല. കാരണം ഇവിടെ നിന്നൊരു സൈഡ് മൊത്തത്തിൽ റോഡ് വശം ചെരിവാണ്. അതാണ് ഇത്രയും അപകടങ്ങൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ കാരണം ചവിട്ടിയപ്പോൾ ഇവിടെ ഒരു തവണ വന്ന് JCB കൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ഗ്രിപ്പാക്കി തന്നിട്ട് പോയതാണ്. പക്ഷേ അതിപ്പോൾ വീണ്ടും അത് നൈസായി. അതുതന്നെയാണ് ഇത്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ കണ്ണുറന്നാലാണ് നമുക്ക് ബാക്കിയുള്ള ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ നമുക്ക്. നാട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം, പൊതുവിലെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു കാര്യം തന്നെയാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. കാരണം അവർ കുറച്ച് അധികം കാലങ്ങളായി തന്നെ ഈ കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വശത്തേക്ക്, അതായത് ഇത്ര ഒരു സൈഡിലേക്ക് പൂർണ്ണമായും ഈ വാഹനം ചെരിഞ്ഞു പോകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണെന്നുള്ളത്. എന്നാലും മറ്റ് നാട്ടുകാരും ചേരുന്നുണ്ട്. ഇപ്പോൾ ഒരു യോഗമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നത് പരിശോധിക്കാം എന്നുള്ളതാണ്. നമുക്ക് ആ പരിശോധന എത്ര കണ്ട് പ്രായോഗികമാണെന്ന് വരുന്നു. ഞങ്ങൾക്ക് വലിയ വിശ്വാസമല്ല. ഇതേപോലെ 2 വർഷം മുന്നേ ഒരു പരിശോധിച്ചിട്ട് പോയതാണ്. എന്തുണ്ടായി? ഇത് ഇനിയും ആവർത്തിക്കും. തുടർ നടപടികൾ ഈ കോലത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ റോഡിൻ്റെ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ആദ്യമായിട്ടല്ല ശാരത്തോടാ. അതായത് ഈ റോഡിന്റെ ഇപ്പോൾ അവർ പറയുന്ന പരിശോധിക്കാം, PWDയും പോലീസ് അവരോട് സംസാരിക്കും. ഇപ്പോൾ കോങ്ങാട് MLA ശാന്തകുമാരി ചേരുന്നുണ്ട്. ശ്രീമതി ശാന്തകുമാരി,
ഇവിടെ ഇപ്പൊ നമ്മൾ അവിടുത്തെ നാട്ടുകാരോട് സംസാരിക്കുകയായിരുന്നു. അവർക്ക് ഇപ്പോഴും ഇതിലൊരു വിശ്വാസമില്ല. ശരിയാക്കാം എന്ന് പറയുമ്പോഴും അതിൽ വിശ്വാസമില്ല. കാരണം ഇതിനു മുൻപ് പലതവണ അവിടെ അപകടങ്ങൾ, ജീവൻ പൊലിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടും ഒരു നടപടിയിലേക്കോ ഇല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ പരാതികളും കേൾക്കാനോ തയ്യാറായില്ല എന്നാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത്. എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ ആ നിലയിലല്ല. നമ്മള് ഇതിനകത്ത് നേരത്തെ തന്നെ കുറെ നിലപാടുകൾ സ്വീകരിച്ചു, കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തിയതാണ്. ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അവർ വളരെ വൈകാരികമാണ്. അവരുടെ അഭിപ്രായത്തിനോട് ഞാൻ ഒരിക്കലും മോചനം നിൽക്കേണ്ട ആളല്ല. അവരോടൊപ്പം നിന്ന് സംസാരിക്കേണ്ട ആളാണ് ഞാൻ. അതേ നിലപാട് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അക്കാര്യത്തിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. നാളെ പിന്നെ ഒരു സേഫ്റ്റി ഓഡിറ്റ് ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറും ബഹുമാനപ്പെട്ട പിന്നെ SP ഉൾപ്പെടെയുള്ള ടീം അവിടെ വരും. അവർ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് വന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് നമുക്ക് അടിയന്തരമൊരു തീരുമാനം എടുക്കും. അതിനകത്ത് അങ്ങനെ ബേജാറാവേണ്ട വിഷയമല്ല. അവരെ പോലെ തന്നെ വൈകാരികമായിട്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് ഇത് ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടപെടൽ നടത്തേണ്ടത്. മാത്രമല്ല ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ ജനപ്രതിനിധികൾ എന്ന ഒപ്പുണ്ട്. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കനിയാതെ യാതൊരു നിർവാഹമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള റോഡാണ്. അവർ ഫണ്ടിങ് അവർ ചെയ്യുന്നതാണ്. ആ നിലയിലുള്ള ഒരു നടപടി നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരം നമുക്ക് ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റോഡ് വളവ് നിവർത്തുക എന്നുള്ളതാണ് നമ്മൾ അടിയന്തരമായി മുന്നോട്ട് വെക്കുന്നത്. ഇതെല്ലാം ഒരു ആധികാരികതയുടെ ഭാഗമായിട്ട് നാളത്തെ ടീം ഒന്ന് പരിശോധിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റിലേക്ക് കൊടുക്കും എന്നുള്ള തീരുമാനം എടുത്തിട്ട് വെറും വാക്കല്ല. ഇത് അവസാനം നമുക്ക് ഇനി ഒരാളുടെയും ജീവൻ പൊഴിയാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കണം, ഇത് സംസ്ഥാന ഗവൺമെന്റ് നിങ്ങളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയിൽ ഞാൻ വളരെ സവിനയം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അവർ ചോദിക്കുന്ന ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ MLA. അതായത് 2 വർഷം മുമ്പ് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അപകടം അവിടെ സംഭവിച്ചിരുന്നു. അന്നും ജനപ്രതിനിധികൾ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു, അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ ഇതായിരുന്നു. അവിടെ ഒരു സംഘം വന്ന് പരിശോധന നടത്തിയതാണ്, അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചർച്ചകൾ നടന്നതാണ്. പക്ഷേ പിന്നീടൊന്നും നടന്നില്ല, എല്ലാം അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഇതുമാകുമോ എന്നുള്ള സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനകത്ത് അത് തെറ്റാണ് ആ കാര്യം പറയുന്നത്. അതായത് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ വളവ് നിവർത്തി അതിന്റെ കുന്നിടിച്ച് വളവ് നിവർത്തുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് ചർച്ച ചെയ്തതും അത് തന്നെയാണ്. അതാണ് അതോടൊപ്പം തന്നെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളും അന്നത്തെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവർക്കൊക്കെ അറിയുന്നത് പോലെ ആ റോഡിന്റെ മിനുസം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മില്ലിംഗ് നടത്തി നമ്മൾ അതിന്റെ ഭാഗങ്ങൾ റംബിൾ സ്ട്രിപ്സ് വെച്ചതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റഡുകൾ വെച്ചതും സേഫ്റ്റി മെഷേഴ്സ് എന്ന നിലയിൽ പിന്നെ ട്രാഫിക് സിഗ്നൽസ് സ്ഥാപിച്ചതും പോലീസ് സ്പീഡ് ബ്രേക്കർ വെച്ചതും പോലീസ് സാന്നിധ്യം നടത്തിയതെല്ലാം ഈ സംഭവത്തിന് ശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് ഇടപെട്ടതിന്റെ ഭാഗമായി തന്നെയാണ്. ഇനി ശാശ്വതമായ പരിഹാരം താങ്കൾ പറയുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. ശരി, നന്ദി MLA ശാന്തകുമാരി. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഈ റോഡല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല റോഡുകളെ കുറിച്ചും താങ്കൾക്ക് ഇങ്ങനെ അപകടക്കെണി ഒരുക്കിയിരിക്കുന്ന റോഡുകളെ കുറിച്ച് താങ്കൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇവിടെ തന്നെ ഇതിപ്പോൾ നിരവധി മരണങ്ങളായി, സഹിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറത്തേക്ക് ആ നാട്ടുകാർ സഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നത്? പക്ഷേ ഇതിലൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഈ കേരളത്തിലെ ദേശീയപാത നേരത്തെ നമ്മുടെ സ്റ്റേറ്റിന്റെ വകയായിരുന്നു. നമ്മുടെ PWD തന്നെ ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. PWDക്ക് റോഡ്സിന് വേണ്ടി മറ്റൊരു ചീഫ് എഞ്ചിനീയർ നാഷണൽ ഹൈവേ ഡിവിഷന് വേണ്ടി. അത് ദേശീയപാത അതോറിറ്റി ഫോം ആയപ്പോഴേക്കും നമ്മുടെ സ്റ്റേറ്റിലെ 1455 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ പാതകൾ 1999 നമ്മൾ വിട്ടുകൊടുത്തതിന് ശേഷം ദേശീയപാത അതോറിറ്റി വന്നു. അവർക്ക് പ്രോജക്ട് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്തു. അവർ ചില കരാർ കമ്പനികളെ ഏർപ്പെടുത്തിക്കൊണ്ട് ദേശീയപാതകളൊക്കെ പുതുതായിട്ട് നിർമ്മിക്കാനും ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള പ്രക്രിയ ചെയ്തപ്പോഴേ അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വം, ടൈം ലാഗ്, ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞാൽ ഈ ദേശീയപാതയിൽ സ്റ്റേറ്റിനോ സ്ഥലം MLAക്കോ ഒരു പങ്കും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നിയമപരമായിട്ട് നമുക്ക് അതിനുള്ള അനുവാദം ഇല്ല. പക്ഷേ അത് വാങ്ങിയെടുക്കാൻ സാധിക്കില്ലേ? ഇല്ലില്ല, ഓണർഷിപ്പ് വേറെയാണ്. ഇതിന്റെ ഓണർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ചെയർപേഴ്സൺ ആണ് ഇതിന്റെ ഓണർ.
അപ്പോ അവർക്ക് മാത്രമേ ഇതുമേൽ എന്തും ചെയ്യാനുള്ള അധികാരം ഉള്ളൂ. ഇപ്പൊ അല്ല, ഞാൻ എന്റെ നാട് ചോദിക്കുന്നത് അങ്കമാലിയാണ്. നമ്മൾക്കത് ആവശ്യപ്പെടാനും നമുക്ക് ഇത്രയും ദുരന്തങ്ങൾ സംഭവിക്കല്ലേ, ഇത്ര മനുഷ്യരാണ് മരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? അത് നടപ്പിലാക്കാൻ ചെയ്യേണ്ടത് എംപിമാരാണ്. എംപിമാര് നിരന്തരമായിട്ട് ഈ ഉപരിതല ഗതാഗത മന്ത്രിയെ കണ്ടിട്ട്, കാര്യം ഒന്നാമത് ഇതിന്റെ ബേസിക് പ്രശ്നം പറയാം. BM&MC എന്നും പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ദേശീയപാത അഡോപ്റ്റ് ചെയ്ത്. ദേശീയപാത എൻ്റയർ ലെങ്ത് BM&AC ആണ്. അതിനകത്ത് 82% ഡ്രൈ റോഡ്സ് ആണ്. ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊന്നും മഴ കാര്യമായിട്ടില്ല. അതേസമയം കേരളം, ഗോവ, കർണാടകയുടെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ വെറ്റ് റോഡാണ്. അതാണ് ഈ 18% വെറ്റ് റോഡാണ്. വെറ്റ് റോഡിന് വേണ്ടി ഒരു സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് മൂലമാണ് ഈ BM&MC റോഡും BM&AC റോഡും കണ്ണാടി പോലെയാണ്. ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ ഉപേന്ദ്രനാരായണൻ, അതായത് ഈ നിർമ്മാണത്തിലെ അപാകത എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്ന കാര്യം എന്തുകൊണ്ട് ഈ നിർമ്മാണത്തിന് മുമ്പ് ഇവർക്ക് മനസ്സിലാവുന്നില്ല? അല്ലെങ്കിൽ ആ നിർമ്മാണ ഘട്ടത്തിലോ ആ ഘട്ടത്തിന് തൊട്ട് അടുത്ത സമയങ്ങളിലോ ഇവർക്കിത് മനസ്സിലാവുന്നില്ല? അത്രയും പോലും പരിശോധന നടത്താതെയാണോ ഈ റോഡ് നിർമ്മാണം നടത്തുന്നത്? അതാണ് കാര്യം. ഇവിടെ കേരളത്തില് ഞാൻ 96 മുതൽ റോഡ് സുരക്ഷാ രംഗത്തുള്ള ആളാണ്. അപ്പൊ ഇവിടെ കേരളത്തിലെ PWയുടെ കയ്യിലായിരുന്നപ്പോൾ എവറി വീക്ക് അതിന്റെ സെക്ഷൻ ഓഫീസർ, അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ, സംസ്ഥാനത്തിന്റെ തല ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അവർ വിസിറ്റ് ചെയ്ത് എവിടെ ഒരു കല്ലിളകിയ തന്നെ അപ്പൊ തന്നെ റിപ്പയർ ചെയ്ത് പോകുമായിരുന്നു. ഇത് ഡൽഹിയിൽ ഇരിക്കുന്ന ഓഫീസർമാർക്ക് കേരളത്തിനെ പറ്റി കാര്യമായ വിവരം ഇല്ല. ഒരു പരാതി പറയാൻ തന്നെ ഇപ്പൊ നമ്മൾ പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ അവരെ അവഗണിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്ക് 1 കിലോമീറ്റർ ഷോൾഡർ ഒന്ന് ടാർ ചെയ്ത് കിട്ടണം. ഞാൻ 6 കൊല്ലമായിട്ട് ഞാനും ഇവിടുത്തെ MPയും നാട്ടുകാരും കൂടെ ശ്രമിക്കുകയാണ്. നടക്കുന്നില്ല, നടത്തത്തില്ല അവര്. കാര്യം അവർക്ക് അവരുടെ എന്തോ ഒരു വലിയേട്ടൻ മനോഭാവമാണ് കേരളത്തിനോടെന്നുള്ളത് യാതൊരു സംശയവും അതിൽ വേണ്ട. എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം താങ്കൾ പറഞ്ഞതുപോലെ MPമാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവാത്തത്? ഇപ്പൊ താങ്കൾ തന്നെ ഈ ഫീൽഡിൽ ഇത്ര വർഷമായിട്ടുണ്ടെന്ന് പറയുമ്പോഴും അപകട സാധ്യതാ മേഖല എന്നുള്ള ബോർഡുകളുടെ എണ്ണം കൂടുകയല്ലാതെ അത് കുറയുന്നത് താങ്കൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ? അതെ, അതിപ്പോ നമ്മളുടെ ലെവലില് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഞാനിപ്പോ സംസ്ഥാന റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എക്സ്പെർട്ട് മെമ്പറാണ്. അവിടെ നമ്മൾ ആ കമ്മിറ്റിയിൽ പലതും പറഞ്ഞാലും ലിമിറ്റ് അതാണ്. നമുക്ക് നാഷണൽ ലെവലിലേക്ക് തൊടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന തൃശ്ശൂർ മണ്ണുത്തി പാത, മണ്ണുത്തി തൊട്ട് ഇടപ്പള്ളി വരെയുള്ള പാത ടോൾ പാതയാണ്. ഇതുവരെ അതിന്റെ പണി പൂർത്തീകരിക്കാതെ ടോള് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇത്രത്തോളം അഴിമതി നടന്നിട്ടുണ്ട്. റൂട്ട് പെട്രോളിംഗ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, ആംബുലൻസ് ഇല്ല, റിക്കവറി ക്രെയിൻ ഇല്ല. നമ്മൾ പരാതി പറയുന്നുണ്ട്, പല വക്കീലന്മാരും കോടതിയിൽ പോകുന്നുണ്ട്, പക്ഷെ ഫലത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ തൊട്ടു മുമ്പേ നമ്മളോട് MLA സംസാരിച്ചതിനെ പോലും നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ടോ? കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വെള്ളം പോലെ തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ വാഗ്ദാനം ആ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്നത്? അല്ല, ഇത് നടത്തിയെടുക്കാനായിട്ട് നമ്മളുടെ MPമാരാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് 20 MPമാരുള്ള സ്റ്റേറ്റ് ആണ് കേരളം ലോക്സഭയിലേക്ക്. മറ്റ് രാജ്യസഭ MPമാരും ഉണ്ടല്ലോ. ഒറ്റക്കെട്ടായിട്ട് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ ഒറ്റക്കെട്ടായിട്ട് നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് ഞങ്ങളുടെ കേരളത്തിലെ റോഡുകൾ സുരക്ഷിതമാകണം. ഇനിയിപ്പം നോക്ക്, നിങ്ങളിപ്പോ 4 വരിപ്പാത 6 വരിപ്പാത തലപ്പാടി തൊട്ട് തിരുവനന്തപുരം വരെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പണിയുന്ന ഘട്ടത്തിൽ റോഡ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. പണി തീർന്നാലും ഇതേമാതിരി വെറ്റ് സർഫസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. വാഹനങ്ങൾ തെന്നിമാറും, കൂട്ടയിടി നടക്കും, അനേകം പേർ മരിക്കാനുള്ള ഒരു റോഡാണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത്.